കോക്സ് മാസിന്റെ പ്രിയപ്പെട്ട അനുഗ്രഹീത കലാകാരന്മാർ അവതരിപ്പിക്കുന്നത് ബമ്പർ ചിരിയുഗം എന്ന കവിത. വേദിയിൽ കോക്സ് മാസിന്റെ സ്വന്തം ശ്രീ വിൽസൺ ദേവസി ആൻഡ് ശ്രീ വർഗീസ് ജോൺ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വായിക്കാൻ കാശില്ലാത്തതുകൊണ്ട് നീ വാഗണ്ട് മ്യൂസിക് ഇട്ട ആ അവാർഡ് സിനിമയുടെ ബാക്കി ഒന്ന് പ്ലേ ചെയ്തേ. താത്രിക്കുട്ടി, എന്താ മുഖം മറച്ചത്? അന്യപുരുഷന്മാരെ മുഖം കാണിക്കാൻ പാടില്ലെന്നാ ഇവിടുത്തെ നിയമം. നല്ല നിയമം. ഈ നിപ്പ് കാണുമ്പോ എനിക്കൊരു പിക്കപ്പ് ലൈൻ ഓർമ്മ വരുന്നു. പറഞ്ഞാട്ടെ. വയലിലുണ്ട് പയറ്, ടൗണിലുണ്ട് ചവറ്, കാണാം നിന്റെ വയറ്. പേര് എന്താ ഇവിടെ? അവിടെ ഭയങ്കര ഉറുമ്പ, അതാ ഇവിടെ. അതല്ല, പേര് എന്താ ഈ സമയത്ത് ഇവിടെ എന്ന്? ഭർത്താവ് മരിച്ചു എന്ന് കേട്ടു, അങ്ങനെ കേറിയതാ. എന്നിട്ട് ഇപ്പോഴെന്താ ഇങ്ങോട്ട് വന്നത്? കർഷകനല്ലേ, കള പറിക്കാൻ വന്നതാ. ഈ വരുന്ന 24-ാം തീയതിയാ കുളി. നേരത്തെ പറഞ്ഞത് നന്നായി. ഞാൻ ആ തെങ്ങിന്റെ മണ്ടേ കാണും. നെഞ്ചൊരഞ്ഞാലും ഞാൻ കേറും. ഭർത്താവ് എങ്ങനാ മരിച്ചേ? രാത്രി ആനയെക്കാണ് നമ്മളെത്തി പോയതാ. എന്നിട്ട് ആന അണ്ണനെ കണ്ടില്ല. ഇരുട്ടായിരുന്നു. ട്യൂബിട്ടില്ലായിരുന്നോ? 3 ദിവസം മെഡിക്കൽ കോളേജിൽ മൂക്കിലൂടെ ട്യൂബിട്ടാ കൊണ്ട് കിടത്തിയിരുന്നത്. പെട്രോൾ വിളിച്ചോ? ഇല്ല, സഞ്ചയനം വരെ വെട്ടവും വെളിച്ചവും എല്ലാം ഉണ്ടായിരുന്നു. പേര് എന്താ തിന്നുന്നത്? വിളവ് തിന്നുവാ. പേടിയല്ല, പേര് എന്താ ചെയ്യുന്നതെന്ന്. നമ്മുടെ പഴയ കാലം ഞാൻ അയവിറക്കുമായിരുന്നു. പേര് അതൊന്നും മറന്നില്ലാന്നുണ്ടോ? ഈ വേരും അതൊന്നും മറക്കില്ല. ഈ വേരും അത് മറക്കണമെങ്കിൽ കാക്ക പുറത്തിറങ്ങുമ്പോ അതിന്റെ ചിറകെടുക്കാൻ മറക്കണം. കങ്കാര് പുറത്തിറങ്ങുമ്പോ അതിന്റെ സഞ്ചി എടുക്കാൻ മറക്കണം. ഇതൊക്കെ അതിന്റെ പ്രോപ്പർട്ടി എടുക്കാൻ മറക്കുന്ന ഒരു കാലം വന്നാൽ വേലും അത് മറക്കും. അത്രയ്ക്ക് ഓർമ്മശക്തിയാ വേലുവിന്. പേര് എന്തിനാ വാ തുറന്നു വച്ചിരിക്കുന്നത്? ഓർമ്മശക്തിയുടെ കാര്യം പറഞ്ഞപ്പോ വായടക്കാൻ മറന്നു. പേര് എന്തിനാ കരയുന്നത്? വായടച്ചപ്പോ പല്ലിന്റെ ഇടയിൽ നാക്കെടുക്കാൻ മറന്നില്ല. എല്ലാരും പോയി. കാത്തിക്കുട്ടി, പോയവരൊക്കെ പോട്ടെ. അയ്യോ, കൈയെടുക്ക, ആരെങ്കിലും ഒക്കെ കാണും. കാത്തിക്കുട്ടി, നിന്റെ ഭർത്താവ് മരിച്ചിട്ട് എന്നെ അറിയിക്കാതിരുന്നപ്പോഴേ എനിക്ക് മനസ്സിലായി നിനക്ക് ആരെങ്കിലൊക്കെ കാണുമെന്ന്. വേലുവിന്റെ വേലി. കേട്ടിരുന്നോ?
അറിയാതെ പോയതാ. അതല്ല വേലുവിന്റെ ഭാര്യ പിണങ്ങി പോയി. എന്താ കാര്യം? ജോലി കഴിഞ്ഞ് ഉച്ചയ്ക്ക് വീട്ടിൽ ചെന്നപ്പോ അവളെ കാമുകനുമായിട്ട് കെട്ടിപ്പുണർന്നു നിൽക്കുന്നു. അതിന് ഭാര്യ എന്തിനാ പിണങ്ങി പോകുന്നത്? ഞാൻ ചെല്ലില്ല കാര്യം മുൻകൂട്ടി പറഞ്ഞില്ലത്രേ. വേലു, എന്റെ ഭർത്താവ് മരിച്ചു. ഇനിയുള്ള രാത്രികളിൽ ഈ രാത്രിക്കുട്ടി ഒറ്റയ്ക്ക. രാത്രിക്കുട്ടി, ഇത് വിഷമമാണോ അതോ ക്ഷണമാണോ? ഇല്ല, എനിക്ക് ആ തണല് വേണം. ആ ടണലിൽ നിനക്ക് തന്ന ആ കാർത്തി ഏത് ടണലിൽ കയറിയിരിക്കും? അതല്ല, എനിക്കിനി ഒരു ആൺകുണ വേണമെന്ന്. രാത്രിക്കുട്ടി, ആ കിടന്ന് ആടുന്ന കണ്ട എന്ത്? താലി വേലു, വയസ്സറിയിച്ച കാലം മുതൽ വേലു ഇത് കൊണ്ടു നടക്കുക. ഇന്ന് രാത്രി മുതൽ ഈ രാത്രി വേലുവിന് മാത്രം സ്വന്തം. ഇല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ട്. വേണ്ട, പറയാനുണ്ട്. പറയണ്ട, കേൾക്കണം. കേൾക്കില്ല, കേട്ടേ പറ്റൂ. ഇല്ല. വേലു, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ ജാതക ദോഷമുള്ള ഒരു പെണ്ണാ. ഇനി രണ്ടാമത് ആര് താലി കെട്ടിയാലും അപ്പൊ തന്നെ അയാൾ പിടഞ്ഞ് വീണും മരിക്കും. രാത്രിക്കുട്ടി, വേലു, ഒരു പിക്കപ്പ് ലൈനും കൂടി പറയണ്ട. പറഞ്ഞാട്ടെ. കഴുത്തിലുണ്ട് മുഖം, വിരലിലുണ്ട് നഖം, ദാ കിടക്കുന്ന എന്റെ ശവം. എന്റെ